So next we are going to discuss a problem on voluntary retirement scheme. അപ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ വോളണ്ടറി റിട്ടയർമെൻറ്റ് നമ്മൾ വോളണ്ടറി സ്വയം എന്ത് ചെയ്യുകയാണ്, വിരമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ നിന്നും സ്വയം വിരമിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഈ വോളണ്ടറി റിട്ടയർമെൻറ്റിനെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ഈ ഗോൾഡൻ ഹാൻഡ് ഷേക്ക്? സാധാരണഗതിയിൽ ഒരു കമ്പനി വോളണ്ടറി റിട്ടയർമെൻറ്റ് ആ കമ്പനിയിലെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ തന്നെ BSNLൻ്റെ സിറ്റുവേഷനിൽ ഈ ഒരു സംഗതി കേട്ടിട്ടുണ്ടാകും. കാരണം BSNLൻ്റെ ആ ഒരു VRS സ്കീം കൊണ്ട് VRS സ്കീം ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. ഒരുപാട് ലക്ഷക്കണക്കിന് എംപ്ലോയീസാണ് ഈ VRS സ്കീം അഡോപ്റ്റ് ചെയ്യുകയും സ്വയം ആ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചു പോവുകയും ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ സ്വയം വിരമിക്കാൻ തയ്യാറാവുന്നത്? അതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി കുറയുകയും അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇല്ലാതെ ലോസ് മേക്കിംഗ് കമ്പനിയായി മാറുകയും ഇത്രയും എംപ്ലോയീസിനെ ശമ്പളം കൊടുത്ത് പോവാൻ ഒരു കമ്പനിയുടെ ഭാഗമായി കൊണ്ടുപോകാനുള്ളൊരു അവസ്ഥ ഇല്ലാണ്ട് വരികയും ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനി എന്ത് ഓഫർ ചെയ്യണം? ഈ എംപ്ലോയീസിനോട് സ്വയം വിരമിച്ചോളാൻ പറയുകയാണ്. അപ്പോൾ എംപ്ലോയീസിന് ശരിക്കും വിരമിക്കാൻ ഒരു പ്രായം ഉണ്ടാവും അല്ലേ? 65 വയസ്സ്, 60 വയസ്സ്, അല്ലെങ്കിൽ 56 വയസ്സ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ തന്നെ 2 കാറ്റഗറിയിലാണ് ആൾക്കാർ വിരമിക്കുന്നത്. ഒന്ന് 56 ഇയേഴ്സ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ സ്കീമിൽ വരുന്ന വ്യക്തികൾ 56 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റിട്ടയർ ആവും. അതുപോലെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ കീഴിൽ വരുന്നവർ 60ാമത്തെ വയസ്സിലാണ് റിട്ടയർ ആവുന്നത്. അപ്പോൾ 60ാമത്തെ വയസ്സ് എത്തുമ്പോഴേ ഒരു വ്യക്തി ആക്ച്വലി എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? ആ കമ്പനിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും വിരമിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ കമ്പനി അതിനു മുമ്പേ ആ വ്യക്തിയോട് സ്വയം വിരമിച്ചോളാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ കമ്പനി ഇങ്ങനെ ഒരു ഓപ്ഷൻ വയ്ക്കുമ്പോൾ എംപ്ലോയീസിന് വേണമെങ്കിൽ ആ ഓപ്ഷൻ ആക്സെപ്റ്റ് ചെയ്ത് വിരമിക്കാം, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ തന്നെ തുടർന്നും സേവനം അനുഷ്ഠിക്കാം. അപ്പോൾ വോളണ്ടറിയാണ്. അപ്പോൾ ഇത് ആരുടെ ഡിസ്ക്രിപ്ഷനാണ്? എംപ്ലോയിയുടെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അവൈൽ ചെയ്യണമെങ്കിൽ ഒരു മിനിമം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒന്നല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഈ എംപ്ലോയി 10 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അതായത് 10 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഈ എംപ്ലോയിക്ക് 40 വയസ്സിൽ കൂടുതൽ പ്രായമായിരിക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ എംപ്ലോയിക്ക് എന്ത് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന VRS അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഗോൾഡൻ ഹാൻഡ് ഷേക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഒരു കമ്പനിയിൽ ഒരു VRS ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിനും ആ VRS ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാതെ ചില എംപ്ലോയീസിന് മാത്രം VRS ഓപ്ഷൻ കൊടുക്കുക, ചിലവർക്കത് കൊടുക്കാതിരിക്കുക, അങ്ങനെ ഒരു സാഹചര്യം പറ്റില്ല. അപ്പോൾ VRS ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ആ കമ്പനിയിലെ എല്ലാവർക്കും തുല്യമായിട്ട് ഈക്വലി കൊടുക്കാൻ സാധിക്കണം. പിന്നെ ഇതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഓവറോൾ റിഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിയുടെ ചെലവിൻ്റെ ഓവറോൾ റിഡക്ഷനാണ് ഈ ഒരു VRS സ്കീമിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ VRS എടുത്ത ഒരു എംപ്ലോയി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേക്കൻസിയിലേക്ക് പുതിയ ആളെ എടുക്കാനൊന്നും പറ്റില്ല. കാരണം VRS എന്തിനു വേണ്ടിയിട്ടാണ് ആ എംപ്ലോയിയെ കൊണ്ട് എടുപ്പിച്ചത്? കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. കമ്പനിയുടെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് VRS ആ എംപ്ലോയിയെ കൊണ്ട് എടുപ്പിച്ചത്. അതായത് ആ എംപ്ലോയിയുടെ അടുത്ത് വിരമിച്ചോളാൻ പറഞ്ഞത്, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നും വോളണ്ടറിലി റിട്ടയർ ചെയ്യാൻ പറഞ്ഞത് കമ്പനിക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ ആ വ്യക്തി അങ്ങനെ കമ്പനിക്ക് വേണ്ടി, അല്ലെങ്കിൽ കമ്പനിക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി വിരമിച്ച സാഹചര്യത്തിൽ ഉണ്ടാവുന്ന വേക്കൻസിയിൽ പുതിയൊരാളെ നിയമിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. പിന്നെ ഈ ഒരു വ്യക്തി വിരമിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ആ കമ്പനിയുടെ തന്നെ വേറെ സബ്സിഡറീസിലൊന്നും റിക്രൂട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനൊരു നിബന്ധനയും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു VRS സമയത്ത് റിട്ടയർ ചെയ്യുകയാണ് എങ്കിൽ ഇവിടെ മാക്സിമം സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് ₹5 lakhs ആണ്. ദെൻ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഈ ഒരു വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമുമായി വരുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ മെയിനായിട്ട് വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതാണ്. ഒരു എംപ്ലോയിക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അവൈൽ ചെയ്യണമെങ്കിൽ ആ എംപ്ലോയി ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ 10 വർഷത്തെ കണ്ടിന്യൂസ് സർവീസിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ എംപ്ലോയിക്ക് 40 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടായിരിക്കണം. ഈ രണ്ട് ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ വ്യക്തിക്ക് എന്ത് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ? VRS ഓപ്ഷൻ അവൈൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ വോളണ്ടറി ആണ്, അതായത് സ്വയം വിരമിക്കുകയാണ് ചെയ്യണത്.
അല്ലാതെ വിരമിക്കാനുള്ള ആ ഒരു പ്രായം എത്തിയിട്ട് വിരമിക്കുകയല്ല ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ ജോർജ് ഈസ് എംപ്ലോയ്ഡ് ഇൻ എ പബ്ലിക് കമ്പനി. ജോർജ് ഒരു പബ്ലിക് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈസ് പെയ്ഡ് എ സം ഓഫ് ₹3 lakhs ഓൺ വോളണ്ടറി റിട്ടയർമെൻറ്റ് ഫ്രം സർവീസ്. അപ്പോൾ ജോർജ് എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനിയിൽ നിന്നും വോളണ്ടറിലി റിട്ടയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയിൽ നിന്നും വോളണ്ടറി റിട്ടയർ ചെയ്യുന്ന സമയത്ത് കമ്പനി ജോർജിന് എത്ര രൂപ കൊടുത്തു? ₹3 lakhs കൊടുത്തു. ആ കമ്പനിയുടെ നോർമൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ 60 വയസ്സിലാണ് ശരിക്കും മിസ്റ്റർ ജോർജ് റിട്ടയർ ചെയ്യേണ്ടത്. പക്ഷേ 60 വയസ്സിന് മുമ്പ് മിസ്റ്റർ ജോർജ് എന്തെടുത്തു? ഈ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം എടുത്തു. ആൻഡ് ജോർജ് ഹു വാസ് 45 അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഹാസ് കംപ്ലീറ്റഡ് 20 years ഓഫ് സർവീസ്. അപ്പോൾ 20 വർഷത്തെ സർവീസിന് ശേഷമാണ് 45ാമത്തെ വയസ്സിൽ ജോർജ് ആ സ്ഥാപനത്തിൽ നിന്നും സ്വയം വിരമിക്കുന്നത് കേട്ടോ. കാരണം കമ്പനിയുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. ജോർജ് 45ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തിരിക്കുന്നത് VRS ഓപ്ഷൻ അവൈൽ ചെയ്തിട്ടാണ്. അതായത് ജോർജ് സ്വയം വിരമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വിരമിക്കുന്നത് 20 വർഷത്തെ കണ്ടിന്യൂസ് സർവീസിന് ശേഷമാണ് ജോർജ് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും വിരമിക്കുന്നത്. അപ്പോൾ 10 വർഷത്തെ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 20 വർഷത്തോളം സർവീസ് നടത്തിയിട്ടുണ്ട്, പിന്നെ 40 വയസ്സിന് കൂടുതൽ പ്രായം ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ വ്യക്തിയുടെ മന്ത്ലി സാലറി ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഹിസ് മന്ത്ലി സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് വാസ് ബേസിക് സാലറി ₹5,000, DA 50% ഇൻക്ലൂഡഡ് ഇൻ പെൻഷൻ. ഈ 50% ഇൻക്ലൂഡഡ് ഇൻ പെൻഷൻ എന്ന് പറയുന്നത് ഈ 50% ഈസ് ഫോമിങ് ദ പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പോൾ DAയുടെ 50% എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. DA ടോട്ടൽ വരുന്നത് ₹3,000 ആണ്. അപ്പോൾ അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ ₹1,500 ആണ് ആക്ച്വലി പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. HRA എന്ന് പറയുന്നത് ₹1,500 ആണ്. കൺവേയൻസ് അലവൻസസ് ₹400. കമ്പ്യൂട്ട് ദ ടാക്സബിൾ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ. ആ വ്യക്തിയുടെ കോമ്പൻസേഷൻ്റെ ടാക്സബിൾ എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. ഒന്ന്, ആ വ്യക്തിക്ക് VRS എടുത്തപ്പോൾ കിട്ടിയ ആക്ച്വൽ എമൗണ്ട് എത്രയാണ്? ആ വ്യക്തിയുടെ കമ്പനിയുടെ ആക്ച്വൽ റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണ്? ആക്ച്വൽ റിട്ടയർമെൻറ്റ് ഏജ് 60 വയസ്സാണ്. ആ വ്യക്തി എത്രാമത്തെ വയസ്സിലാണ് റിട്ടയർമെൻറ്റ് ഓപ്ഷൻ അവൈൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അവൈൽ ചെയ്തിരിക്കുന്നത്? ആ വ്യക്തി വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം അവൈൽ ചെയ്തിരിക്കുന്നത് 45ാമത്തെ വയസ്സിലാണ്. പിന്നെ ആ വ്യക്തിയുടെ സാലറി ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു VRS സ്കീമിൽ സാലറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് HRAയുടെ അതേ സാലറി സ്ട്രക്ചർ തന്നെയാണ്. അതായത് ബേസിക് സാലറി പ്ലസ് DA ഫോമിങ് ദ പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ടേൺ ഓവർ, കമ്മീഷൻ ഓൺ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ടേൺ ഓവർ. ഇതാണ് VRSൻ്റെയും സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സാലറി എത്രയാണ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് DA ഫോമിങ് ദ പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് കമ്മീഷൻ. അപ്പോൾ ഇത്രയുമാണ് വരുന്നത്. ഇതിൽ സെയിൽസ് കമ്മീഷൻ നമുക്ക് തന്നിട്ടില്ല, പകരം HRA, കൺവേയൻസ് അലവൻസ് ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് കമ്മീഷൻ തരാത്തത് കൊണ്ട് നമ്മൾ എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ? ബേസിക് പേയും DA ഫോമിങ് ദ പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ. ബേസിക് പേ ₹5,000. പിന്നെ DAയുടെ കേസിൽ നമ്മൾ പറഞ്ഞു 50% മാത്രമേ എന്തിൻ്റെ ഭാഗമാവുന്നുള്ളൂ? എംപ്ലോയ്മെൻറ്റ് ടേംസിൻ്റെ ഭാഗമാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 3000ൻ്റെ 50% എടുത്തു, അതാണ് 1500. അപ്പോൾ 5000 പ്ലസ് 1500 നമുക്ക് സാലറി കിട്ടുന്നത് 6500 പെർ മന്താണ് നമുക്ക് ആ വ്യക്തിയുടെ സാലറി ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് കണ്ടീഷൻസ് നോക്കാം. 4 കണ്ടീഷൻസാണ് വരുന്നത്. ഈ 4 കണ്ടീഷൻസിൽ ലീസ്റ്റ് എമൗണ്ടിനാണ് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ വരുന്നത് ദ എമൗണ്ട് ഇക്വലൻറ്റ് ടു 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ദ എമൗണ്ട് ഇക്വലൻറ്റ് ടു എത്ര മാസം സാലറി? 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ നമ്മളതിനെ മാത്തമാറ്റിക്കൽ ഫോർമുലയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സാലറി പെർ മന്ത് ഇൻറ്റു 3, ഇവിടെ 3 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 months ആണ്. അപ്പോൾ സാലറി പെർ മന്ത് ഇൻറ്റു 3 ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 20 years ആണ് വ്യക്തിയുടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സാലറി പെർ മന്ത് 6500 ഇൻറ്റു 3 months ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 20 years. അപ്പോൾ 6500 ഇൻറ്റു 3 ഇൻറ്റു 20 നമുക്ക് ഉത്തരം കിട്ടുക 3,90,000 ആണ് നമുക്ക് ഉത്തരം കിട്ടുക.
അതാണ് ഫസ്റ്റ് കണ്ടീഷൻ്റെ ഉത്തരം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് മന്ത് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ഇവിടെ ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ആണ് നമുക്ക് വേണ്ടത്. ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ആണ് വേണ്ടത്, ബാലൻസ് ഇയേഴ്സ് ഓഫ് സർവീസ് അല്ല, ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ആണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ഇയർ എത്രയാണ് എന്നുള്ളത് കണ്ടിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ബാലൻസ് മന്ത്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ആണ് നമ്മളിവിടെ കണ്ടുവച്ചത്. എത്രയായിരുന്നു? 6500 ആണ്. സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. ബാലൻസ് ആ വ്യക്തിക്ക് എത്ര മാസത്തെ സർവീസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ബാലൻസ് എത്ര മാസത്തെ സർവീസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ആ വ്യക്തി എത്രാമത്തെ വയസ്സിലാണ് ആക്ച്വലി റിട്ടയർ ആവേണ്ടത് എന്ന് നോക്കുക. 60ാമത്തെ വയസ്സിലാണ് ആ വ്യക്തി ആക്ച്വലി റിട്ടയർ ചെയ്യേണ്ടത്. എത്രാമത്തെ വയസ്സിലാണ് ആ വ്യക്തി റിട്ടയർ ചെയ്തത്? അല്ലെങ്കിൽ VRS ഓപ്ഷൻ എപ്പോഴാണ് എടുത്തത്? 45ാമത്തെ വയസ്സിലാണ് ആ വ്യക്തി റിട്ടയർമെൻറ്റ് ഓപ്ഷൻ എടുത്തത്, അതായത് VRS ഓപ്ഷൻ എടുത്തത്. അപ്പോൾ 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ട ഒരു വ്യക്തി 45ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു. അപ്പോൾ ആ വ്യക്തിക്ക് ബാലൻസ് എത്ര സർവീസ് ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പോൾ 60 വയസ്സിൽ ആണ് റിട്ടയർ ചെയ്യേണ്ടത്. 45ാമത്തെ വയസ്സിൽ ആ വ്യക്തി വോളണ്ടറിലി റിട്ടയർ ചെയ്തു. അപ്പോൾ ബാലൻസ് വരുന്നത് 15 ഇയേഴ്സാണ് ബാലൻസ് സർവീസ് വരുന്നത്. ഈ 15 ഇയേഴ്സിലല്ല നമുക്ക് വേണ്ടത്. എന്തിലാണ് നമുക്ക് വേണ്ടത്? മന്ത്സിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 15 ഇയേഴ്സിനെ നമ്മൾ മന്ത്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതാണ് ഇവിടെ 15 × 12 ചെയ്തത്. കാരണം ഇയേഴ്സിനെ നമ്മൾ എന്തായി ചെയ്തു? മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 15 × 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 180 മന്ത്സ് കിട്ടി. അപ്പോൾ 6500 × 180. ഇവിടെ 6500 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് 6500 × ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ദ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്. അതായത് ആക്ച്വലി റിട്ടയർമെൻറ്റ് ഏജ് എത്തുന്നതിന് മുമ്പ് എത്ര വർഷം മുമ്പാണ് ആ വ്യക്തി റിട്ടയർ ചെയ്തത്, ബാലൻസ് ആ വ്യക്തിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ 60ാമത്തെ വയസ്സിലാണ് ആക്ച്വലി റിട്ടയർ ആവേണ്ടത്. ഈ വ്യക്തി 45ാമത്തെ വയസ്സിൽ തന്നെ വോളണ്ടറിലി റിട്ടയർ ചെയ്തു. ആ വ്യക്തിക്ക് ആക്ച്വലി അപ്പോൾ 60 - 45 ബാലൻസ് എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു? 15 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു. ഈ വർഷക്കണക്കല്ല നമുക്ക് വേണ്ടത്, നമുക്ക് മാസക്കണക്കാണ് വേണ്ടത്. കാരണം ബാലൻസ് മന്ത്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ വർഷത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ബാലൻസ് ഇയേഴ്സ് ഓഫ് സർവീസിനെ നമ്മൾ ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ബാലൻസ് ഇയേഴ്സ് ഓഫ് സർവീസിനെ ബാലൻസ് മന്ത്സ് ഓഫ് സർവീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 15 × 12 ചെയ്തു. അപ്പോൾ നമുക്ക് 180 മന്ത്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഈസ് rupees 3 lakhs. 3 ലക്ഷം രൂപയാണ് നമുക്ക് ആക്ച്വലി മിസ്റ്റർ ജോർജിന് VRS ഓപ്ഷൻ അവൈൽ ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് കിട്ടിയ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് rupees 3 lakhs ആണ്. പിന്നെ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഇസ് rupees 5 lakhs. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് കണ്ടീഷൻ്റെ പ്രകാരമുള്ള വാല്യൂസ് 3,90,000. സെക്കൻഡ് കണ്ടീഷൻ പ്രകാരമുള്ള വാല്യൂസ് 11,70,000. തേർഡ് കണ്ടീഷൻ പ്രകാരമുള്ള വാല്യൂ 3 lakhs. ഫോർത്ത് കണ്ടീഷൻ പ്രകാരമുള്ള വാല്യൂസ് 5 lakh. ഇതിൽ ലീസ്റ്റ് എമൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് തന്നെയാണ് ലീസ്റ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക? എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. കാരണം ഈ 4 കണ്ടീഷനിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട്, ആ ലീസ്റ്റ് എമൗണ്ട് ആണ് നമുക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അപ്പോൾ rupees 3 lakhs വിച്ച് ഈസ് ദ എമൗണ്ട് ആക്ച്വൽ റിസീവ്ഡ്, നമ്മൾ അതിനെ എന്തായി ക്ലെയിം ചെയ്യുന്നു? ഡിഡക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യുന്നു. അപ്പോൾ എക്സംപ്റ്റഡ് എമൗണ്ട് ഈസ് rupees 3 lakhs. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് തന്നെയാണ് നമുക്ക് എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് ടാക്സബിൾ എമൗണ്ട് ഇവിടെ നിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് VRSൻ്റെ കമ്പ്യൂട്ടേഷൻ. അപ്പോൾ VRSൻ്റെ കമ്പ്യൂട്ടേഷനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ സാലറി എന്ന് പറയുന്നത് ബേസിക് സാലറി പ്ലസ് DA ഫോമിങ് ദ ടേംസ് ഓഫ് പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ ഫോമിങ് ദ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ടേൺ ഓവർ. അതാണ് ഇവിടെ സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ DA 50% മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് DAയിൽ 50% എന്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ? പെൻഷൻ കമ്പ്യൂട്ടേഷന് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതായത് 50% മാത്രമേ ഇറ്റ് ഈസ് ഫോമിങ് ദ പാർട്ട് ഓഫ് ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് എങ്ങനെ ആ വ്യക്തിയുടെ ബാലൻസ് സർവീസ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏത് വയസ്സിലാണ് റിട്ടയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക, ഏത് വയസ്സിലാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ബാലൻസ് സർവീസ് ഇൻ ഇയേഴ്സ് കിട്ടും. അതിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബാലൻസ് സർവീസ് ഇൻ മന്ത്സ് കിട്ടും. അപ്പോൾ ഈ 2 കമ്പ്യൂട്ടേഷനാണ് ഇവിടെ മെയിൻലി നമുക്ക് നോക്കേണ്ടതായിട്ട് ഉള്ളത്. ഓക്കെ.